എന്നുള്ള പേരിലല്ലാത്ത ഒരു അഭിപ്രായം ഞാൻ പറയാം. ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ഫാസ്റ്റ് ലൈഫിൽ ഒന്നാമത് അത്രയും ബിസി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പം. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് തിയേറ്ററിൽ പോയി കാണാനുള്ള ഒരു ക്ഷമ ഈ പറഞ്ഞ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന അവർക്കില്ല. ഒരു ക്ഷമ എന്ന് പറയുന്ന ഒരു സംഭവം വളരെ കുറവാണ്. ഇപ്പോൾ ഈ സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് എല്ലാവർക്കും ഒന്ന് ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരിതാണ്. ഓർമ്മകൾ ഇപ്പോൾ ഈ ചെറിയ പ്രായത്തിൽ തന്നെയുള്ള ആൾക്കാർക്ക് ഓർമ്മകൾ നശിച്ചുകൊണ്ടിരിക്കുന്ന പെട്ടെന്ന് നമ്മളൊരു സാധനം നമ്മളെ തന്നെ ഒന്ന് ഇത് ചെയ്ത് നോക്കുമ്പോൾ തന്നെ ഈ ഒരു സാധനം എടുത്തുകൊണ്ട് ഇപ്പോൾ അയ്യോ എവിടെ വെച്ചു എവിടെയോ വെച്ചല്ലോ എന്നുകൊണ്ട് നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുകയാണ്. അപ്പോൾ അതിനെ പറ്റിയൊക്കെ തിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയും കൂടിയാണിത്. ഇങ്ങനെ ആ ഒരു ഇതിലേക്ക് പോവാതെ നമ്മൾ ചെയ്യുന്ന കാര്യം ശ്രദ്ധയോടുകൂടി ചെയ്ത് അങ്ങനത്തെ ഒക്കെ ഒരു പിന്നെ എന്താ പറയുക അറിവും കൂടി നമുക്ക് പകർന്നു തരുന്ന ഒന്ന് ചിന്തിക്കാൻ പറ്റുന്നൊരു സിനിമയും കൂടിയാണിത്. അപ്പം അതൊക്കെ നോക്കുമ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ തിയേറ്ററിൽ പോയി നമ്മൾ ഈ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജീവിതത്തിൽ ഉറപ്പായിട്ടും നമുക്ക് റിലാക്സേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് മെമ്മറീനെ തന്നെ ബാധിക്കുന്ന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ എൻ്റർടൈനിങ് ആയിട്ടുള്ള എല്ലാതും ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. മാറ്റം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റം വേണ്ടതാണ്. അതല്ലാത്ത രീതിയിലും നല്ലതായിട്ട് സിനിമ ബീപ്പ് സൗണ്ട് ഇല്ലാതെയും മെസ്സേജ് പാസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സിനിമകൾ എടുക്കാൻ വേണ്ടി എന്തായാലും നല്ലൊരു സിനിമയെ ജനം എന്നും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും അറിയാം അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും എന്താണ്, അതിൻ്റെ അകത്ത് പോസിറ്റീവ് എത്രത്തോളം എടുക്കണം എന്നുള്ളത് നമുക്ക് ഇപ്പം എല്ലാവർക്കും അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്മാർട്ടായിട്ടുള്ള കുട്ടികൾ ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷേ ഒരു റിസ്ക് എടുക്കാൻ ആർക്കും ഒരു താല്പര്യക്കുറവാണ് കാണിക്കുന്നത്, ഒരു വിമുഖത. എന്താണെന്ന് വെച്ചാൽ ശരിയാവോ ഇല്ലയോ, പിന്നെ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആളെ വെച്ച് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു മൈലേജ് കിട്ടും. ന്യൂ ഫേസിനെ വെച്ച് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡ്രോബാക്സ് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗട്ട്സ് ഒരു വിമുഖത കാണിക്കുന്നു എന്നുള്ളതായിരിക്കാം ഒരു പ്രോബ്ലം. അല്ലാണ്ട് എനിക്ക് തോന്നുന്നു പണ്ടത്തെക്കാട്ടിലും ഒരുപാട് നല്ല നല്ല ന്യൂ ഫേസസ് ഇഷ്ടം പോലെ ഇപ്പോൾ ഉണ്ട്. പക്ഷേ എല്ലാവരും ആക്റ്റീവായിട്ട് വരണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം. അതെന്താണെന്ന് വെച്ചാൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. പിന്നെ കുറച്ച് നാൾ സിനിമയിൽ നിന്നൊക്കെ വിട്ട് മാറി നിൽക്കുമ്പം പിന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ആ ഒരു ഫ്രഷ്നെസ്സും പിന്നെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിനോട് കാണിക്കുന്ന ഒരു ഇഷ്ടം, ആ ഒരു ഇഷ്ടം കൂടി ക്ലബ് ചെയ്യുമ്പോഴാണ് ഇപ്പോൾ പറഞ്ഞ ഒരു എന്താ പറയുക എക്സ്ട്രാ മൈലേജ് കിട്ടുന്നത്. അങ്ങനെയുള്ളൊരു ഇത് അല്ലാണ്ട് മനഃപൂർവ്വം ഡെലിബറേറ്റ്ലി നമ്മൾ വേണ്ട എന്ന് വെച്ചതൊന്നുമല്ല. ഞാനും അങ്ങനെ ഡെലിബറേറ്റ്ലി ചെയ്യണ്ടെന്ന് വെച്ചതൊന്നുമല്ല. എനിക്ക് പറയാൻ മാത്രം അത്രയും കാര്യമായിട്ട് നല്ലൊരു നോട്ടബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സ്, ഇഷ്ടമുള്ള ടൈപ്പ് ക്യാരക്ടേഴ്സ് കിട്ടാത്ത വരുന്ന സമയത്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ, എന്തിനാ വേണ്ട ചെയ്യണ്ടെന്ന് വെച്ചാൽ. പിന്നെയാണ് ശൃംഗാരവേലനിൽ നിന്നൊരു നല്ല ക്യാരക്ടർ ഞാൻ പടം കണ്ടപ്പോഴാണ് എനിക്ക് ഓക്കെ ഒരു ക്യൂട്ട്നെസ് തോന്നുന്ന ഒരു ക്യാരക്ടറായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ചെയ്ത അവതാരം, അതിലും ജോഷി സാറിൻ്റെ പടത്തിൽ ഓക്കെ ഒരു കുഴപ്പമില്ലാത്ത ക്യാരക്ടർ എന്ന് വിചാരിച്ചു. ഞാൻ പടം കണ്ടിറങ്ങിയപ്പോഴാണ് ഓക്കെ അതിലുള്ള ഫീമെയിൽ ക്യാരക്ടേഴ്സിൽ വേദിക കഴിഞ്ഞാൽ പിന്നെ ഓഫ് കോഴ്സ് എൻ്റെ ക്യാരക്ടർ തന്നെയാണ്. അപ്പോൾ അതിൽ വളരെയധികം അഭിമാനമുണ്ട്. ഇത്രയും ഗ്യാപ്പ് കഴിഞ്ഞ് വന്നപ്പോഴും എനിക്കൊരു നല്ല ക്യാരക്ടർ തരണം തോന്നിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ പ്രായപരിധിയൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ക്യാരക്ടർ ആർട്ടിസ്റ്റ് ആകുമ്പോൾ നമുക്ക് അതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഒന്നാമത്തേത് നായിക നായിക സങ്കല്പത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. ഒരു ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളും അത് ആക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ നമ്മളും ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സൊന്നും നമുക്കും ഇതിൽ എങ്ങോട്ടേക്കൊരു ചേഞ്ച് ഓവർ മേക്ക് ഓവർ വേണം. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. ആക്സെപ്റ്റ് ചെയ്യാത്തിടത്തോളം ആ ഒരു പിന്നെ പൊസിഷൻ കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് നിൽക്കുന്നത് ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ നമ്മൾ നല്ല എല്ലാ ക്യാരക്ടേഴ്സ് ഇപ്പോൾ അമ്മ ക്യാരക്ടർ ചെയ്യാം, ഞാൻ ചെയ്തു. തിരിച്ചു വരവിന് ശേഷം ചെയ്തത് അമ്മ ക്യാരക്ടറാണ് ശൃംഗാരവേലനിൽ. ഇതിലിപ്പോൾ മുക്തയുടെ അമ്മയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം ഐ ആം പ്രൗഡ്, ഭയങ്കരമായിട്ട് പ്രൗഡ് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഓക്കെ ഞാൻ എല്ലാ ടൈപ്പ് ക്യാരക്ടറും ചെയ്യാൻ മാത്രം ഓക്കെ ആയി വരുന്നു എന്ന് ഒരു തോന്നൽ എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് ഞാൻ ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. ഡെഡിക്കേഷനൊക്കെ അവർ ദേ ആർ മോർ സീരിയസ് അബൌട്ട് ദർ കരിയർ. ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ആക്ട് ചെയ്യാൻ വന്ന സമയത്ത് ഐ വാസ് നോട്ട് അറ്റ് ഓൾ സീരിയസ് അബൌട്ട് ദിസ് പ്രൊഫഷൻ. ഇപ്പോഴാണ് പിന്നെയും ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഈ ഒരു പ്രൊഫഷനെ കണ്ടു തുടങ്ങിയതും
മനസ്സിലായില്ലേ? ഇപ്പം ഈ എന്താ പറയുക, എൻ്റെ ഒരു സെക്കൻഡ് എൻട്രിക്ക് ശേഷം എന്ന് വേണമെങ്കിൽ പറയാം, അത്രയും നമ്മൾ സീരിയസ്നെസ്സോട് കൂടി ഒരു ക്യാരക്ടർ തന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ആ ഒരു ക്യാരക്ടറിനോട് സാമ്യമുള്ള ക്യാരക്ടേഴ്സിനെ ഒബ്സർവ് ചെയ്ത് അതെങ്ങനെ നമുക്കതിൽ, അതൊക്കെ ഞാൻ സീരിയസ് ആയിട്ട് ഇപ്പോഴാണ് ശരിക്കും എൻ്റെ ഇതിൽ കരിയറിൽ പകർത്തുന്നത്. പക്ഷെ ഇപ്പോൾ വരുന്ന കുട്ടികൾ തന്നെ, ചില കുട്ടികളൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അവർ ഭയങ്കര സീരിയസ്ലി, അവർ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. അവർ എങ്ങനെയെങ്കിലും ആ ഒരു സ്ട്രഗിൾ ചെയ്തിട്ടെങ്കിലും, ഇപ്പം ഞാൻ ഉദാഹരണത്തിന് പറയാം, നമ്മുടെ സൗമ്യയെ പറയാമെന്ന് വെച്ചാൽ, ഇതിനകത്ത് സൗമ്യ വളരെ ക്യൂട്ടായിട്ടാണ് ഓരോ കാര്യങ്ങളൊക്കെ, എന്ത് കൂളായിട്ടാണ് ആ കുട്ടി ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. അതേപോലെ അജുവിൻ്റെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഡയലോഗ് ഡെലിവറി ഇന്നലെ തിയേറ്ററിൽ ഭയങ്കര ക്ലാപ്സ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മളും കൂടി ഇൻസ്പയർഡ് ആവുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഇപ്പോഴത്തെ ആ ഒരു കോ ആർട്ടിസ്റ്റിൻ്റെ ഒരു എന്താ സഹകരണം ഇതുണ്ടാവില്ലേ, അപ്പോൾ അത് കൂടി കാണുമ്പോൾ നമുക്കും കൂടി ആ ഒരു എനർജി പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ സന്തോഷിക്കേണ്ട ഒരു കാര്യമല്ലേ.